അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൗ ടു ഡു ഐബ്രോസ് അറ്റ് ഹോം എന്നുള്ളതാണ്. Hello everyone, welcome back to our channel and this is shilpa. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഹലോ ഐ എം ശില്പ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ധാരാളം കോണ്ടന്റ്സ് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനത്തെ കോണ്ടന്റ്സ് കാണാനായിട്ട് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന ബെൽ ബട്ടണിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇടണം. കാരണം എന്നോട് കുറേ പേരെ പറയണു നോട്ടിഫിക്കേഷൻ വരുന്നില്ല. കാരണം യൂട്യൂബ് ഇപ്പോൾ ഭയങ്കര ഒരുമാതിരി റൂൾസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ബെൽസ് ഓൾ എന്നുള്ള ഇട്ടാലാണ് ഇട്ടാൽ വല്ലതൊക്കെ അറിയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില സമയത്ത് നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യണം. അവിടെയാണ് ഞാൻ കൂടുതൽ സ്റ്റൈലിംഗ് വീഡിയോസ് ചെയ്യുന്നത്. സ്റ്റൈലിംഗ് വീഡിയോസ്, സെൽഫ് പോർട്രേറ്റ്സ്, അതുപോലെ തന്നെ കൂടുതൽ പ്രോഡക്റ്റ് റിവ്യൂ, അങ്ങനെ എൻ്റെ ഡെയിലി ലൈഫ് സംഭവങ്ങളൊക്കെ അതിലാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ Q&A കാര്യം വരുമ്പോൾ അതിലാണ് ഫസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കാറ്. സോ മറക്കാതെ ഫോളോ ചെയ്യുക. ഹാൻഡിൽ നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, പിന്നെ സൈഡിലും കാണിക്കാം. ഓക്കെ, ഈ ഒരു ക്വാറന്റൈൻ ടൈമിൽ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ ഓണമൊക്കെ വരികയാണ് അടുത്ത്. വേറെ പല സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഓണം എപ്പോഴും കേരളത്തിനൊരു അസറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്ന എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലെങ്കിലും അതൊന്ന് കൊണ്ടുപോകണം, അതിൻ്റെ ഒരു സമ്പ്രദായം അല്ലേ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ധാരാളം ആൾക്കാർ, എസ്പെഷ്യലി ഗേൾസ്, ബ്രോസിന് വളരെയധികം പ്രശ്നമുണ്ട്. കാരണം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോകാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്കാണ്. അതായത് നമുക്ക് എങ്ങനെയാണ് ബ്രോസിൽ എക്സ്ട്രാ ഹെയർസ് റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ബ്രോസ് എങ്ങനെയാണ് ഫില്ലിൻ ചെയ്യുക, ഇതാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അധികം സംഭവങ്ങളൊന്നുമില്ല, നമുക്ക് അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ അല്ല ചിലപ്പോൾ ഓർഡർ ചെയ്താലും അധികം റേറ്റ് ഇല്ലാത്ത സാധനങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുള്ളായി എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് വീഡിയോ നോക്കാം. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്രോസിനെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈസലർ വാട്ടർ എടുക്കുകയാണ്. എന്നിട്ട് അത് ആ പോർഷനിൽ മാത്രം നന്നായിട്ട് തുടക്കുകയാണ്. നിങ്ങൾക്കൊരു ടോണർ എടുക്കാം, അതുപോലെ തന്നെ ആസ്ട്രിഞ്ചൻ്റ് എടുക്കാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ മൈസലർ വാട്ടറാണ് നല്ലത്. നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയാം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആവും. അതിനുശേഷം നമ്മളൊരു ഇത്തിരി ടാൽക്കം പൗഡർ എടുക്കുക. ടാൽക്കം പൗഡർ എടുത്തിട്ട് ആ ബ്രോസിൻ്റെ അവിടെയും നെറ്റിയുടെ അവിടെയും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈ ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലക്കർ എടുക്കുകയാണ്. പ്ലക്കർ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. പ്ലക്കർ എടുത്തിട്ട് നമ്മൾ ആ ഒരു എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ പുരികത്തിൻ്റെ താഴെ നന്നായിട്ട് പ്ലക്ക് ചെയ്ത് കൊടുക്കുക. മാക്സിമം കിട്ടുന്നതൊക്കെ പ്ലക്ക് ചെയ്യുക. കാരണം നമുക്ക് മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഷേവ് ചെയ്യാം, പക്ഷേ താഴെ നമുക്ക് നന്നായിട്ട് പ്ലക്ക് ചെയ്യണം. പിന്നെ വലിച്ച് പിടിച്ചിട്ട് വേണം പ്ലക്ക് ചെയ്യാൻ. ഞാനീ കാണിക്കുന്ന പോലെ കാണിക്കരുത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വലിച്ച് പിടിച്ചിട്ട് വേണം പ്ലക്ക് ചെയ്യാൻ. മുകളിലത്തെയും പ്ലക്ക് ചെയ്ത് കളയാം കേട്ടോ. അതുപോലെ നമ്മുടെ നെറ്റീൻ്റെ ആ പോർഷനിൽ നമുക്കിങ്ങനെ വി പോലെയൊന്നും വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളടത്തേക്ക് പ്ലക്ക് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം ഒരു സ്പൂളി എടുത്തിട്ട് നന്നായിട്ട് മുകളിലേക്ക് കോമ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളതിനെ താഴത്തേക്ക് കോമ്പ് ചെയ്യും. താഴത്തേക്ക് കോമ്പ് ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് കോമ്പ് ചെയ്യുക. താഴത്തേക്ക് കോമ്പ് ചെയ്തിട്ട് ആ ഒരു എക്സ്ട്രാ വരില്ല നമ്മുടെ ബ്രോ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് വരുന്നതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. തിന്നായിട്ടുള്ള സിസേഴ്സ് ഉപയോഗിക്കുക. ഞാൻ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു തിന്നായിട്ടുള്ളൊരു സിസറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വളഞ്ഞൊക്കെ വരുന്ന ഐബ്രോസ് സിസേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം മുകളിലേക്ക് കോമ്പ് ചെയ്യുക. മുകളിലേക്ക് കോമ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ പുറത്തേക്ക് വരുന്നതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ രണ്ട് ബ്രോയിലും അതുപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും പൗഡർ എടുത്തിട്ട് അവിടെ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നെറ്റിയിലും പുരികത്തിൻ്റെ താഴെയും അവിടെ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷേവ് ചെയ്യാൻ പോകണം. ഓക്കെ, പലരും പറയണേക്കാം ഓയിൽ അപ്ലൈ ചെയ്യണം, പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അത് പൊട്ടയാണ്. കാരണം പലയിടത്തും കണ്ടിട്ടുണ്ട് നമ്മുടെ ഫ്രിക്ഷൻ കുറയ്ക്കും. ആക്ച്വലി ഐ എം വെരി ബാഡ് ഇൻ സയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഷേവ് ചെയ്ത് കളയാം. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മുടെ ശരിക്കുള്ളതിന് ഷേവ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. സോ ബി അവെയർ. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഷേവ് ചെയ്ത് കളയുക. നമ്മുടെ പുരുക്കത്തിൻ്റെ ഇടയിലും അവിടെയും എവിടെ വെച്ചാൽ നന്നായിട്ട് ഷേവ് ചെയ്ത് കളയുക.
ഓക്കെ. അപ്പോൾ എന്താ പറയുക, നല്ല ഷേപ്പായി കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു കോട്ടൺ പാഡ് എടുക്കുക. കോട്ടൺ പാഡ് എടുത്തിട്ട് ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് കളയുക. വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2-3 വീഡിയോയിലായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു കുട്ടി ട്രിക്ക്, അതായത് സോപ്പ് ബാർ. ഓക്കെ, ആ സോപ്പ് ബാർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ധാരാളം ഫോറിൻ വെസ്റ്റേൺ യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ ബ്രോസിനെ അവിടെ തന്നെ പാക്ക് ചെയ്തിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളം നനയ്ക്കുക. കുറേ വെള്ളം നനയ്ക്കരുത്, പതഞ്ഞ് വരും ചെയ്യരുത്. നമ്മളതിനെ നന്നായിട്ട് സോപ്പിൽ വെച്ചിട്ട് ജെൽ സോപ്പ് എടുക്കുക കേട്ടോ. അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ റബ്ബ് ചെയ്തിട്ട് നമ്മുടെ ബ്രോസിനെ മുകളിലേക്ക് കോംബ് ചെയ്ത് കൊടുക്കുക, സോ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റേ ലോങ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റ് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐബ്രോ പെൻസിൽ എടുക്കാം, 12 രൂപയുടെയോ 20 രൂപയുടെയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ പെൻസിൽ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പക്ഷേ ഇതൊരു നല്ലതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിലും ബ്രോ വാക്സ് ഒക്കെ ഉണ്ട്, ആ വൈറ്റ് സാധനം ബ്രോ വാക്സ് ആണ്, ഉപയോഗിക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് അതിലത്തുള്ള ബ്രഷ് വെച്ചിട്ട് എൻസിൽ ഇടാണ്. ഒരിക്കലും ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ടോ ഷെയ്ഡ് എടുത്തിട്ടോ ഫ്രണ്ടിൽ കൊണ്ട് തുടങ്ങരുത്, അത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. എന്നിട്ട് നമ്മൾ എൻസിൽ മാത്രം ആദ്യം തന്നെ ഫില്ല് ചെയ്യുക, വരച്ച് വെക്കല്ല കേട്ടോ, ഫില്ല് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ. എന്നിട്ട് നമ്മളതിനെ കോമ്പ് വെച്ചിട്ട്, കോമ്പല്ലല്ലോ സ്പൂളി വെച്ചിട്ട് കോമ്പ് ചെയ്യാം. അതിനുശേഷം ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം അറ്റത്തേക്ക് അതായത് ഫ്രണ്ടിലേക്ക് പോവാം. പതുക്കെ അവസാനം ഒരു ഇത്തിരി പ്രോഡക്റ്റ് എടുത്തിട്ട് മാത്രം നമ്മൾ ഫ്രണ്ടിൽ ഷേപ്പ് ചെയ്യുക, സോ ദാറ്റ് വി വിൽ ഗെറ്റ് എ പെർഫെക്റ്റ് ഐബ്രോ. ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ കൺസീലർ ചെയ്യാൻ പോകണം. കൺസീലർ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോർ ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ലുക്ക് കിട്ടാൻ, അതായത് നല്ലൊരു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ ഫ്രണ്ടിൽ വേറെ മുറിവില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ ഇങ്ങനെ ഷേവൊക്കെ ചെയ്യുമ്പോൾ മുറിഞ്ഞു പോയി അതും പണിയാണ്. ഓക്കെ, അപ്പം അതാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. റേസസ് ഉപയോഗിക്കുമ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിക്കണം ആദ്യമായിട്ടാണെങ്കിൽ, അതർവൈസ് അവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് എന്നോട് താഴെ കമന്റ് ബോക്സിൽ പറയണം. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, ലൈക്ക് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. And this is me, Shilpa, signing off. And bye-bye. Take care.